അപ്പം നമ്മൾ വയനാട്ടിൽ പോവാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങിയതാണ് പൊറാട്ടയും നല്ല ബീഫ് റോസ്റ്റും കഴിക്കാൻ. അപ്പം ഞങ്ങൾ കുറച്ച് സമയമായപ്പോൾ ഞങ്ങളുടെ ചുരം കയറുന്നതിന് മുന്നേ ഞങ്ങളത് കഴിച്ചു. പിന്നെ ആ ഹോട്ടലിൻ്റെ ബാക്കത്തെ ഒരു കാഴ്ചയുണ്ട്, നല്ല ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ലേസ് വാങ്ങി. എന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. സാലുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വയനാട്ടിൽ. അപ്പം നമ്മൾ അവരുടെ വീട്ടിൽ പോയിക്കായിരുന്നു. നല്ല പത്തിരിയും പൂരിയും ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഓരോരോ പ്രകൃതിദത്തമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മളൊരു വെള്ളച്ചാട്ടത്തൊക്കെ പോയി. പേരെന്താണെന്ന് ചോദിക്കരുത്, പേരൊന്നും അറിയില്ല. പക്ഷെ നല്ല ഒരു വെള്ളച്ചാട്ടമായിരുന്നു അത്. ഞാൻ അവിടേക്കൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തു. നല്ല എത്ര 10-11 അടി ഉണ്ടെന്നാണ് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ. വയനാടൻ കുരങ്ങനെ കണ്ടു ഞങ്ങൾ. മങ്കി അതുപോലെ തല്ലുകൂടി കളിക്കുകയായിരുന്നു. നെക്സ്റ്റ് പ്ലേസ് ആയിരുന്നു ട്രൈബൽ വില്ലേജ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് നടത്തൊക്കെയൊന്നുമല്ല, ജീപ്പ് ബൈക്കാണ്. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറിയിട്ട് പോയി. അവിടെ എത്തി ഒരു മലൻ്റെ കുന്നിൽ കുറച്ച് നടക്കാണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നടന്നു ആയിക്കൂടെ. അപ്പം ഞാനും ഇങ്ങനത്തെ ഡ്രോയിങ് ഒക്കെ ചെയ്യാറുണ്ട്, എനിക്കും കഴിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഓരോരോ ചിത്രങ്ങളും കണ്ടിട്ട് അവിടുത്തെ ഒരു ഫുൾ വ്യൂ ആണ് ആ ഒരു പരിസരം. നമ്മൾ പിന്നെ പൈനാപ്പിൾ നിന്നു. അവിടുത്തെ ഓരോരോ കാഴ്ചകളാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. പുരാതന വസ്തുക്കളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മളിതാ നല്ലൊരു പിക്ചർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു തല്ലുകൂടൽ തന്നെയായിരുന്നു. പക്ഷെ തല്ലുകൂടിയിട്ടൊന്നുമില്ല, വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഇബല ഓരോ ഫോട്ടോ എടുക്കലായിരുന്നു. ഫോട്ടോഗ്രാഫറാണിത്. ഇതാണ് അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. വലുതായിക്കണമെന്നവർക്ക് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചെറിയ കുട്ടികളല്ല. പിന്നെ നമ്മൾ കുഞ്ഞ് ടവറും കണ്ടിട്ട് അവിടുന്ന് നമ്മൾ നെല്ലിക്ക തിന്നാൻ പോയി. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം ചാർജ് ഉണ്ടായിരുന്നില്ല ഫോണിൽ. അപ്പോൾ ചാർജൊക്കെ ആക്കിയിട്ട് ഫുഡ് എന്താ വരാത്തത് നോക്കി കുത്തിരിക്കുകയാണോലൊക്കെ. എന്നിട്ട് അങ്ങനെ ഫുഡ് വന്നു. ഞങ്ങൾ നല്ല ബിരിയാണി ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾ ബിരിയാണി കഴിച്ചു ഗൈസ്. ഇയാളെ കുറിച്ചിട്ട് എന്തൊക്കെ തള്ളൊക്കെ ചെയ്തിരുന്നു, ശരിക്കില്ലതാന്ന് വെച്ചറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ വിശ്വസിച്ച പോലെ കുത്തിരുന്നു. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. അപ്പോൾ ഇവൾക്ക് നല്ല വെയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഓല് രണ്ടാളും മുന്നിൽ ചാടി കുത്തിരുന്നിക്കണു. വെയ്ക്കല്ലേ നമുക്കറിയില്ല. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോലെ ചവിട്ടൊക്കെ ചെയ്തിരിക്കണു. കുറച്ചൊക്കെ നല്ല രസമല്ല വ്യൂ ആയിരുന്നു അവിടെ നോക്കുമ്പോൾ. പിന്നെ അവിടുത്തെ റോസ് കളർ കണ്ടില്ല, ആ റോസ് കളർ എന്തോ ഒരു തരം പായലോ തോന്നുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഓൽക്ക് വെയ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും കയറി മുന്നിൽ കയറിയിട്ടുണ്ട്. ഞങ്ങളെ കൈവണ്ട് കാണിച്ചു കൊടുത്തു ഞങ്ങൾ. പിന്നെ അതാ ഞങ്ങൾ ഇരുന്നു ഊട്ടിന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചേരം വിശ്രമിച്ചു. അപ്പം കണ്ട കുരങ്ങനാണത്, കുഞ്ഞിക്കുരങ്ങൻ. കുറച്ചേരമൊക്കെ നടന്നിട്ട് പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട് തിന്നാൻ പോയി. ഒരു മോരും ഒരു മാങ്ങ എടുത്തു. പക്ഷെ മാങ്ങയ്ക്ക് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.